നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ശക്തമാകുമ്പോഴും ഹോർമൂസ് കടലിടുക്ക് പോലുള്ള നിർണായക വിഷയങ്ങളിൽ സംഘർഷം കനക്കുമ്പോഴും ഇറാൻ നേരിട്ട് അമേരിക്കയെ നേരിടുന്നതിനേക്കാൾ കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിലേക്ക് മാറുന്ന സൂചനയാണ് പുതിയ റിപ്പോർട്ടുകൾ നൽകുന്നത്. റഷ്യയെ ഒരു തന്ത്രപരമായ സഖ്യരാജ്യമായി മുന്നോട്ട് വെച്ച് ട്രംപ് ഭരണകൂടത്തിനെതിരെ ഒരു സമാന്തര ശക്തി കേന്ദ്രം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ അടിസ്ഥാനം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാകുന്നതിനിടെ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പാകിസ്ഥാനിൽ നിന്ന് ചെറിയ സന്ദർശനത്തിന് ശേഷം ഞായറാഴ്ച റഷ്യയിലേക്ക് പുറപ്പെട്ടു. പാകിസ്ഥാനിൽ നിശ്ചയിച്ച ചർച്ചയിൽ നിന്ന് അമേരിക്ക പിന്മാറിയതോടെയാണ് അരാക്ചി റഷ്യയിലേക്ക് പുറപ്പെട്ടത്. മോസ്കോയിൽ അരാക്ചി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും. 3-ാം മാസത്തിലേക്ക് കടക്കുന്ന ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നടപടികളായിരിക്കും ചർച്ചയുടെ പ്രധാന അജണ്ട. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ നാവികസേനയുടെ സാന്നിധ്യത്തെയും ഏതെങ്കിലും തരത്തിലുള്ള ഉപരോധത്തെയും ഇറാൻ എപ്പോഴും എതിർക്കുന്ന സമീപനമായിരിക്കും പ്രധാന ചർച്ച. അബ്ബാസ് അരാക്ചിയുടെ മോസ്കോ സന്ദർശനത്തിന് പിന്നിലെ സന്ദേശം വ്യക്തവും ആസൂത്രിതവുമാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. വരും ദിവസങ്ങളിൽ പ്രധാന പങ്കാളികൾക്കിടയിലുള്ള ഏകോപനം ശക്തമാക്കാനാണ് ഇറാന്റെ ശ്രമമെന്നും ഇറാൻ പറയുന്നു. അതിനിടെ റഷ്യയുടെ പ്രതിനിധി മിഖായേൽ ഉലിയാനോവ് അമേരിക്കയുടെ സമീപനത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നു. പ്രശ്നപരിഹാരത്തിനായുള്ള ശ്രമങ്ങൾക്ക് പുരോഗതി കൈവരിക്കണമെങ്കിൽ ബ്ലാക്ക്മെയിലിംഗും അന്ത്യശാസനങ്ങളും ഉപേക്ഷിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കിടെയാണ് അരാക്ചി റഷ്യയിൽ എത്തിയത്. 3 ദിവസത്തിനിടെ 2-ാം തവണയും അരാക്ചി ഇസ്ലാമാബാദിൽ എത്തുകയും പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ കാണുകയും ചെയ്തിരുന്നു. അതേസമയം സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളിൽ ഇറാൻ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. മധ്യസ്ഥൻ എന്ന നിലയിൽ പാകിസ്ഥാനെ വിശ്വാസ്യത ഇല്ല എന്ന് ഇറാനിയൻ എംപിയായ ഇബ്രാഹിം റസായിയാണ് വ്യക്തമാക്കിയത്. പാകിസ്ഥാനെ നല്ല സുഹൃത്താണെങ്കിലും US പ്രസിഡന്റിനെയാണ് കൂടുതൽ പരിഗണിക്കുന്നതെന്നും ഡൊണാൾഡ് ട്രംപിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെന്നും അമേരിക്കയുടെ ആഗ്രഹങ്ങൾക്ക് എതിരായി ഒരു വാക്കുപോലും പറയാൻ കഴിയില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇറാൻ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അമേരിക്കയും ഇസ്രയേലും ചേർന്ന് സൃഷ്ടിക്കുന്ന സൈനിക രാഷ്ട്രീയ സമ്മർദ്ദമാണ്. ഈ സാഹചര്യത്തിൽ റഷ്യയുടെ പിന്തുണ ഇറാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടാതെ നിലനിർത്താൻ സഹായിക്കും. പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭ പോലുള്ള വേദികളിൽ റഷ്യയുടെ ശക്തി ഇറാനു വേണ്ടി ഒരു വലിയ പ്രതിരോധ കവചമായി പ്രവർത്തിക്കും. ഇത് ട്രംപ് ഭരണകൂടത്തിന്റെ നയതന്ത്ര നീക്കങ്ങളെ നേരിട്ട് തടയാനുള്ള സാധ്യതയുള്ള ഒരു ഘടകമാണ്. റഷ്യയുടെ പങ്ക് ഇവിടെ വളരെ നിർണായകവുമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന ഒരു ശക്തിയായി റഷ്യയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള വലിയ അവസരമാണ്. ഇറാനുമായുള്ള സൈനിക, സാമ്പത്തിക, ഊർജ മേഖലകളിൽ ബന്ധം ശക്തമാക്കുന്നതിലൂടെ അമേരിക്കയുടെ ഏകാധിപത്യ സ്വാധീനം തകർക്കാനുള്ള നീക്കമാണ് മോസ്കോ നടത്തുന്നത്. അതായത് ഇറാനെ പിന്തുണയ്ക്കുന്നത് ഒരു സഹായം മാത്രമല്ല, അത് റഷ്യയുടെ സ്വന്തം താല്പര്യങ്ങൾക്കായുള്ള നീക്കം കൂടിയാണ്. ട്രംപ് ഭരണകൂടം ഇതുവരെ പിന്തുടർന്ന കടുത്ത വിദേശ നയം, പ്രത്യേകിച്ച് ഇറാനെതിരായ സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദവും ഈ കൂട്ടുകെട്ടിനെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് മറുപടിയായി ഇറാൻ ഇപ്പോൾ ബഹുധ്രുവ ലോകം എന്ന ആശയം പ്രായോഗികമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ബന്ധം ശക്തമാക്കുന്നതിലൂടെ അമേരിക്കയെ ഒറ്റ ശക്തി എന്ന നിലയിൽ നിന്ന് താഴ്ത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിനൊപ്പം റഷ്യയുടെ ഇടപെടൽ ട്രംപിനെ നേരിട്ട് വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ് നീങ്ങുന്നത്. അമേരിക്കയുടെ ആഗോള നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ, യുക്രൈൻ യുദ്ധത്തിനു ശേഷമുള്ള പാശ്ചാത്യ റഷ്യ സംഘർഷം എന്നിവയെല്ലാം കൂടി ഈ കൂട്ടുകെട്ടിനെ കൂടുതൽ രാഷ്ട്രീയ നിറം നൽകുകയാണ്. ട്രംപ് ഭരണകൂടം ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ റഷ്യ അതിനെ ഒരു അവസരമായി കാണുകയും ഇറാനെ പങ്കാളിയായി ഉയർത്തുകയും ചെയ്തു. അബ്ബാസ് അരാക്ചിയും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച ആഗോള ശക്തി സമീകരണത്തിലെ പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ് എന്നാണ് വിലയിരുത്തലുകളൊക്കെ പുറത്തുവരുന്നത്. അമേരിക്കയെ നേരിട്ട് നേരിടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇറാൻ ഇപ്പോൾ റഷ്യയെ ഉപയോഗിച്ച് ഒരു പരോക്ഷ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. അതേസമയം റഷ്യക്ക് ഇത് അമേരിക്കയെ ദുർബലപ്പെടുത്താനുള്ള ഒരു തന്ത്രപരമായ അവസരമായി മാറുന്നു. ഇതിലൂടെ വ്യക്തമാകുന്നത് ഒരൊറ്റ കാര്യമാണ്: ലോകം ഇനി ഒരൊറ്റ ശക്തിയുടെ നിയന്ത്രണത്തിലുള്ളതല്ല. ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഏകാധിപത്യ സ്വാധീനത്തെ വെല്ലുവിളിക്കാൻ പുതിയ കൂട്ടുകെട്ടുകൾ രൂപപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ആഗോള രാഷ്ട്രീയം നീങ്ങുന്നത്.